Welcome to Garam Masala, the magic spices of cooking. സമോസ പിൻവീൽ. നമുക്കിന്ന് പിൻവീൽ സമോസ തയ്യാറാക്കിയെടുക്കാം. സാധാരണ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന സമോസയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. ഇവിടെ ഞാൻ വെജിറ്റേറിയൻ വേർഷനാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് ഇതിനു വേണ്ടിയുള്ള മാവ് തയ്യാറാക്കാം. നമുക്ക് 1 കപ്പ് മൈദ എടുക്കാം. ഇതിനെ നമുക്കൊരു ബൗളിലോട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ റവ എടുക്കണം. അടുത്തതായി നമുക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനെ നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. നല്ല സ്മൂത്ത് ആയ ഒരു ഡോ ആക്കി മാറ്റണം ഇതിനെ. നമ്മുടെ ഡോ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് സമോസ പിൻവീൽ തയ്യാറാക്കാം. അടുത്തതായി നമുക്ക് ഫില്ലിംഗ് ആണ് തയ്യാറാക്കേണ്ടത്. ഇതിനുവേണ്ടി ഞാൻ 4 പൊട്ടാറ്റോ വേവിച്ച് മാഷ് ചെയ്ത് വെച്ചതാണിത്. ഇനി ഇതിലോട്ട് നമുക്ക് സ്പൈസസ് ചേർക്കാം. ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില, ഇവയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോയിലോട്ട് ചേർക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇനി 1/2 കപ്പ് ഗ്രീൻ പീസ് ചേർക്കാം. വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ആണിത്. അടുത്തതായി 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ചേർക്കണം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പിൻവീൽ സമോസ തയ്യാറാക്കാം. 15 മിനിറ്റിന് ശേഷം നമ്മുടെ മാവ് എടുക്കാം. ഇതിനെ 1 മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഒരേപോലെയുള്ള 2 ബോളാക്കി മാറ്റാം. ഇനി നമുക്ക് ഒരു ബോൾ എടുത്ത് പരത്തിയെടുക്കണം. കുറച്ച് മൈദ തൂവിയതിനു ശേഷം നമുക്ക് പരത്തിയെടുക്കാം. നല്ലവണ്ണം കനം കുറയ്ക്കരുത്. ഇനി ഇതിന്റെ സെന്ററിലായി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങിന്റെ പകുതി ഭാഗം ചേർക്കാം. ഇതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ഒരു റോളറിൽ കുറച്ച് എണ്ണ തടവിയതിനു ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഈ ചപ്പാത്തിയുടെ എഡ്ജിലെല്ലാം നമുക്ക് കുറച്ച് വെള്ളം തടവാം. റോൾ ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയാണിത്. ഇനി നമ്മുടെ പിൻവീൽ സമൂസയെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. നാലഞ്ച് തവണ ഇതുപോലെ റോൾ ചെയ്യണം. നല്ല ഷേപ്പ് വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ പിൻവീൽ സമോസയുടെ 2 എഡ്ജിലും ഓരോ ഇഞ്ച് വീതം നമുക്ക് മുറിച്ചു മാറ്റാം. ഇനി നമുക്ക് 1/2 ഇഞ്ച് തിക്നെസ്സോടുകൂടിയ പിൻവീൽ സമോസകളെ മുറിച്ചെടുക്കാം. ഒരു റോളിൽ നിന്ന് നമുക്ക് 10ന്റെ മുകളിൽ സമോസകൾ തയ്യാറാക്കാൻ കഴിയും. ഇനി നമുക്ക് ഓരോ പിൻവീലും എടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യാം.
ഇതുപോലെ നമുക്ക് അടുത്ത റോൾ കൊണ്ടും സമോസകൾ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ മൈദ എടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇനി 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് നമുക്കിതിനെ നല്ല കട്ടിയുള്ള ഒരു ബാറ്ററാക്കി മാറ്റാം. അങ്ങനെ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ പിൻവീലും എടുത്ത് ഈ ബാറ്ററിൽ മുക്കിയെടുക്കാം. ഇനി ഇതിനെ നമുക്ക് ചൂടായ എണ്ണയിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് ഓരോ പിൻവീലും എടുത്ത് ബാറ്ററിൽ മുക്കിയതിനു ശേഷം ചൂടായ എണ്ണയിലോട്ട് മാറ്റാം. ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യണം. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഏകദേശം 4-5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഫ്രൈ ആയി വരും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള സമോസകൾ കൂടെ ഫ്രൈ ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സമോസ പിൻവീൽ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ്, ടാമറിൻ ചട്നി, യോഗട്ട് ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.